Thought for the day. Who rules your home? ഒരു കുടുംബത്തിൽ ഭരിക്കുന്നത് ആരാണ്? സ്ത്രീയോ പുരുഷനോ? ഞാൻ ആണോ? ക്രിസ്തു ആണ് ഭരിക്കേണ്ടത്. Christ should be the head of the home. പലപ്പോഴും നമ്മുടെ വീടുകളിൽ വരുന്ന പ്രശ്നങ്ങൾ സ്വാർത്ഥത, പിടിവാശി, ഞാനാണ് ശരി എന്ന മനോഭാവം, ഇവയൊക്കെയാണ് പിണക്കം, ഭിന്നത, കലഹം, കുത്തിത്തിരിപ്പ്, മിണ്ടാതിരിപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ ഭവനങ്ങളിൽ നിറയപ്പെടുന്നത്. ഒരു ചെറിയ കഥ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. ഒരു കുടുംബം, ഒരിക്കൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു കുടുംബം. പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ മനസ്സിൽ മാത്രം നിറഞ്ഞു നിന്നു. ഞാൻ മാത്രമായി ഹൃദയങ്ങൾ അകന്നു. ഒരേ വീട്ടിലായിരുന്നിട്ടും അവർ ഒറ്റപ്പെട്ടവരായി. ഒരു ദിവസം അവർ തിരിച്ചറിഞ്ഞു, നമ്മുടെ വീട്ടിൽ ദൈവമില്ല. ആ ദിവസം മുതൽ ആ വീട്ടിനകം മാറാൻ തുടങ്ങി. പത്രോസിന്റെ പടകിൽ യേശു വന്നപ്പോൾ അവന്റെ ശൂന്യത മാറി. അവന് സമൃദ്ധി കൊണ്ട് നിറഞ്ഞുവെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 25 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, പാറമേൽ വീട് പണിതാൽ അത് കാറ്റടിച്ചാലും എന്തു വന്നാലും അത് മറിയത്തില്ല. അതുപോലെ ഗലാത്യർ 5-ന്റെ 22-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ഫലം എങ്ങനെയുള്ളത്? ആത്മാവിൻ്റെതായ സ്നേഹമാണോ? സമാധാനമാണോ? ഇതാണോ നാം പുറപ്പെടുവിക്കുന്നത്? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞു, സ്നേഹം പരിപൂർണതയുടെ ലക്ഷ്യം, പരിപൂർണതയുടേതാണ്, അല്ലെങ്കിൽ ആ ഒരു മനോഭാവമാണ്. അപ്പൊ നമ്മുടെ ഭവനത്തിനകത്ത് നാം ഇന്നു മുതൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ക്രിസ്തു വന്നാൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? സ്വാർത്ഥത മാറുന്നു, പിടിവാശി നീങ്ങുന്നു, കലഹങ്ങൾ അവസാനിക്കുന്നു, സ്നേഹം വളരുന്നു, സമാധാനം വസിക്കുന്നു, ഐക്യതയുണ്ടാകുന്നു. ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നു. വ്യക്തിപരമായ ജീവിതം മാറുമ്പോൾ കുടുംബം മാറുന്നു. കുടുംബം മാറുമ്പോൾ സഭകൾ മാറുന്നു. സഭ മാറുമ്പോൾ ലോകം മാറുന്നു. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ, നമ്മുടെ വീട്ടിൽ ക്രിസ്തു ഉണ്ടോ? അങ്ങനെ ക്രിസ്തു ഉണ്ടെങ്കിൽ അനേകർ വിടുവിക്കപ്പെടുന്നു. നിത്യതയ്ക്ക് അവർ ഓരോരുത്തരും അവകാശികളായി മാറുന്നു. Christ at home, everything changes. Amen.